ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ പ്രത്യേകിച്ച് നിങ്ങൾക്കുള്ളതായിട്ടാണ്. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് 2026 യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി മുഴുവനായി വിശദമായി പറയാൻ പോവുകയാണ്. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആദ്യകാലത്ത് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ചാനൽ ഉണ്ടാക്കിയാൽ മാത്രം മതി, ആദ്യ ദിവസം മുതൽ തന്നെ വരുമാനം ലഭിക്കാൻ തുടങ്ങുമായിരുന്നു. അന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നില്ല, വാച്ച് ടൈമിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നില്ല, ഷോർട്സ് വ്യൂസ് എന്ന സംവിധാനം അന്നില്ലായിരുന്നു. പിന്നീട് യൂട്യൂബ് പോളിസി മാറ്റി. ആദ്യം സബ്സ്ക്രൈബേഴ്സ് റിക്വയർമെൻറ്റ് കൊണ്ടുവന്നു, അതിനുശേഷം വാച്ച് ടൈം റിക്വയർമെന്റ് ചേർത്തു, അതിനുശേഷം ഷോർട്സ് വന്നപ്പോൾ വ്യൂസ് റിക്വയർമെന്റും ചേർത്തു. ഇങ്ങനെ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ നിയമങ്ങൾ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയാം, യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്ന 100 പേരിൽ ഏകദേശം 80 മുതൽ 90% ആളുകളും അവർ വിജയിക്കാതെ യൂട്യൂബ് ഉപേക്ഷിക്കുന്നു. ബാക്കിയുള്ളവരിൽ ചിലർ സബ്സ്ക്രൈബേഴ്സ്, വാച്ച് ടൈം, വ്യൂസ് എന്നിവ നേടിയാലും അവരുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകാറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക. 2026 യൂട്യൂബ് മോണിറ്റൈസേഷൻ ലഭിക്കാൻ എന്തൊക്കെയാണ് ആവശ്യമായ നിബന്ധനകൾ എന്ന് ഓരോന്നായി വിശദമായി ഞാൻ പറയാം. പലർക്കും അറിയാവുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബർ നേടണം, വാച്ച് ടൈം പൂർത്തിയാകണം, അല്ലെങ്കിൽ ഷോർട്സ് വ്യൂസ് പൂർത്തിയാകണം. അങ്ങനെ ചെയ്താൽ മോണിറ്റൈസേഷൻ കിട്ടുമെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഇവ വെറും ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുകൂടാതെ യൂട്യൂബ് പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. അവയും ശരിയായിരിക്കണം. അപ്പോഴേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുകയും യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുകയും ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് യൂട്യൂബിന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്താണെന്ന് നോക്കാം. പലർക്കും മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ്, വാച്ച് ടൈം അല്ലെങ്കിൽ ഷോർട്സ് വ്യൂസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് പൂർത്തിയാക്കിയാൽ മോണിറ്റൈസേഷൻ കിട്ടും എന്നാണ് കരുതുന്നത്. പക്ഷേ യൂട്യൂബിന്റെ ആദ്യത്തെ പ്രധാന നിബന്ധന അതല്ല. ഒന്നാമത്തെ പ്രധാന നിബന്ധന എന്ന് പറയുന്നത് ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ഉണ്ടാകരുത്. നിങ്ങളുടെ ചാനലിൽ ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് പോലും ഉണ്ടായാൽ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യില്ല. അതായത് നിങ്ങൾക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാലും അല്ലെങ്കിൽ 10,000 മണിക്കൂർ വാച്ച് ടൈം ഉണ്ടായാലും കോടിക്കണക്കിന് വ്യൂസ് ഉണ്ടായാലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ആക്റ്റീവ് ആണെങ്കിൽ മോണിറ്റൈസേഷൻ ലഭിക്കില്ല. സ്ട്രൈക്ക് മാറുന്നതുവരെ അപേക്ഷിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ചാനലിൽ ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് പോലും ഉണ്ടായിരിക്കരുത് എന്നാണ്. രണ്ടാമത്തെ കാര്യം, ചാനലിന് ലോഗോ അല്ലെങ്കിൽ ബാനർ എന്നിവ ഉണ്ടായിരിക്കണം. യൂട്യൂബ് മറ്റൊരു കാര്യം കൂടി നോക്കുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ ഒരു യഥാർത്ഥ ബ്രാൻഡ് ആണെന്ന് തോന്നണം. അതുകൊണ്ട് കഴിയുന്നത്ര ഒരു ലോഗോയും ഒരു ബാനറും ഇവ ചാനലിൽ ചേർക്കുക. വളരെ പ്രൊഫഷണൽ ഒന്നും ആയിരിക്കണമെന്നില്ല, പക്ഷേ ചാനൽ ഒരു യഥാർത്ഥ യൂട്യൂബ് ചാനൽ ആണെന്ന് കാണിക്കുന്ന രീതിയിൽ ലോഗോ അല്ലെങ്കിൽ ബാനർ ഉണ്ടായാൽ നല്ലതാണ്. ഇത് മോണിറ്റൈസേഷൻ റിവ്യൂ സമയത്ത് സഹായകരമാകും. ഇനി മൂന്നാമത്തെ കാര്യം എബൌട്ട് സെക്ഷൻ അതുപോലെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇനി യൂട്യൂബ് പ്രത്യേകമായി പരിശോധിക്കുന്ന മറ്റൊരു കാര്യമാണ് എബൌട്ട് സെക്ഷൻ അല്ലെങ്കിൽ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ മോണിറ്റൈസേഷൻ അപേക്ഷിച്ചാൽ യൂട്യൂബ് റിവ്യൂ ടീം ആദ്യം പരിശോധിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. ഉദാഹരണത്തിന് ചാനലിൽ കയറി എബൌട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തുറക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് വ്യക്തമായി എന്തെങ്കിലും എഴുതിയിരിക്കണം. ഉദാഹരണത്തിന് ഈ ചാനലിൽ എന്ത് തരത്തിലുള്ള വീഡിയോകൾ വരും, ആരെ ലക്ഷ്യമിട്ടാണ് ഉള്ള ചാനലാണിത്, എന്ത് വിഷയമാണ് നിങ്ങൾ ഈ ചാനലിൽ പങ്കുവയ്ക്കുന്നത്, ഇവ ഒരു നല്ല ഡിസ്ക്രിപ്ഷൻ നൽകുക. കാരണം യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് മോണിറ്റൈസേഷൻ റിവ്യൂ സമയത്ത് എബൌട്ട് സെക്ഷൻ അതുപോലെ ഡിസ്ക്രിപ്ഷൻ എന്നിവ പരിശോധിക്കുന്നു. അതുകൊണ്ട് അവ വെറുതെ ഒന്നും കൊടുക്കാതെ വിടരുത്. ഇനി യൂട്യൂബ് മോണിറ്റൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റീയൂസ്ഡ് കണ്ടന്റ്. റീയൂസ്ഡ് കണ്ടന്റ് ഒഴിവാക്കണം. അതായത് നിങ്ങൾ മറ്റൊരാളുടെ വീഡിയോ എടുത്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താൽ അത് റീയൂസ്ഡ് കണ്ടന്റായി കണക്കാക്കും. ഉദാഹരണത്തിന് മറ്റൊരു യൂട്യൂബ് ചാനലിലെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് എന്നിവയിലെ വീഡിയോ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ഇടുക. അതുപോലെ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എല്ലാം യൂട്യൂബ് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബർ ഉണ്ടായാലും 4000 മണിക്കൂർ വാച്ച് ടൈം ഉണ്ടായാലും അല്ലെങ്കിൽ ഷോർട്സ് വ്യൂസ് പൂർത്തിയായാലും യൂട്യൂബ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്യും. ഇനി അഞ്ചാമത്തത് ലോ എഫോർട്ട് കണ്ടന്റ്. ലോ എഫോർട്ട് കണ്ടന്റ് ഒഴിവാക്കണം. യൂട്യൂബ് ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ലോ എഫോർട്ട് കണ്ടന്റ്. ലോ എഫോർട്ട് കണ്ടന്റ് എന്നത് വളരെ കുറഞ്ഞ പരിശ്രമത്തിൽ തയ്യാറാക്കുന്ന കണ്ടന്റ് ആണ്. ഉദാഹരണത്തിന് ഒരു ഫോട്ടോ മാത്രം വീഡിയോ മുഴുവൻ കാണിക്കുക, അല്ലെങ്കിൽ AI ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കി അതിൽ സ്വന്തം വോയിസ് പോലും ചേർക്കാതിരിക്കുക, അതുപോലെ യാതൊരു വിശദീകരണവും നൽകാതിരിക്കുക, അതുപോലെ ഹ്യൂമൻ ടച്ച് ഇല്ലാത്ത കണ്ടന്റ്. അപ്പോൾ ഇത്തരം വീഡിയോകൾ യൂട്യൂബ് ലോ എഫോർട്ട് കണ്ടന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എത്ര വാച്ച് ടൈം ഉണ്ടെങ്കിലും മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ സ്വന്തം വോയിസ് ചേർക്കുക, അതുപോലെ സ്വന്തം വിശദീകരണം നൽകുക, അതുപോലെ സ്വന്തം എഫോർട്ട് വീഡിയോയിൽ സ്വന്തമായിട്ടൊരു സംഭാവന നൽകുക. ഇനി ആറാമത്തെ കാര്യമാണ് മാസ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് കണ്ടന്റ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് മാസ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് കണ്ടന്റ്. ഇതെന്താണ്? ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് വൈറലായാൽ അതേ കണ്ടന്റ് 100 കണക്കിന് ആളുകൾ അതേ രീതിയിൽ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു വൈറൽ വീഡിയോ എല്ലാവരും എടുത്ത് സ്വന്തം ചാനലിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഒരേ സ്റ്റൈലിൽ ഒരേ തരത്തിലുള്ള വീഡിയോ വീണ്ടും വീണ്ടും നിർമ്മിക്കുന്നു. ഇത്തരം കണ്ടന്റ് യൂട്യൂബ് മാസ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് കണ്ടന്റ് ആയി കണക്കാക്കും. ഇത്തരം ചാനലുകൾക്കും മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും നിയമങ്ങൾ നിങ്ങൾ
നിങ്ങൾ ലംഘിച്ചാൽ യൂട്യൂബ് നിങ്ങളുടെ ചാനലിനെ റീയൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും മോണറ്റൈസേഷൻ പോളിസി കാരണം റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ മോണറ്റൈസേഷൻ അപേക്ഷിച്ചാൽ യൂട്യൂബ് അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് പാലിക്കണം. അതായത് ഒറിജിനൽ കണ്ടന്റ് മാത്രം ചെയ്യുക, ലോ എഫോർട്ട് കണ്ടന്റ് ഒഴിവാക്കുക, റീയൂസ്ഡ് കണ്ടന്റ് ഉപയോഗിക്കരുത്, അതുപോലെ മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ് ചെയ്യരുത്, അതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ലംഘിക്കരുത്. ഇനി അബദ്ധത്തിൽ റീയൂസ്ഡ് കണ്ടന്റ് വന്നാൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായി നിങ്ങളുടെ ചാനലിന് റീയൂസ്ഡ് കണ്ടന്റ് കാണിക്കാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആദ്യം റീയൂസ്ഡ് കണ്ടന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചാർട്ട് അപ്പീൽ എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അപ്പീൽ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ അപ്പീൽ സമർപ്പിച്ചാൽ യൂട്യൂബ് വീണ്ടും നിങ്ങളുടെ ചാനൽ മാനുവൽ റിവ്യൂ ചെയ്യുന്നതാണ്. റിവ്യൂ കഴിഞ്ഞ് എല്ലാം ശരിയാണെന്ന് കണ്ടെത്തിയാൽ മോണറ്റൈസേഷൻ വീണ്ടും അംഗീകരിക്കും. അപ്പോൾ അവസാനമായിട്ട് മോണറ്റൈസേഷൻ നേടാൻ വെറും 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 4000 വാച്ച് അവറോ അല്ലെങ്കിൽ ഷോർട്സ് വ്യൂസോ മാത്രം മതിയാകില്ല. യൂട്യൂബ് ഇതിന് പുറമെ നിങ്ങളുടെ ചാനലിന്റെ ഗുണനിലവാരം കൂടി പരിശോധിക്കും. അതുകൊണ്ട് എപ്പോഴും സ്വന്തം ഒറിജിനൽ കണ്ടന്റ് ഉണ്ടാക്കുക, മനുഷ്യന് സഹായകരമായ വിവരങ്ങൾ നൽകുക, അതുപോലെ സ്വന്തം വോയിസ് ചേർക്കുക, സ്വന്തമായി എഡിറ്റ് ചെയ്യുക, അതുപോലെ യൂട്യൂബ് പോളിസി പാലിക്കുക. അങ്ങനെ ചെയ്താൽ മോണറ്റൈസേഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.